ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്ന അഞ്ച് വേസ് ആണ്. അതായത് നമുക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഭയങ്കര കുറവാണ്, പ്രത്യേകിച്ച് 550, 600 ആ റേഞ്ചിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അത് 600 പ്ലസ് ആക്കാം, അത് 800 പ്ലസ് ആക്കാം, 800 പ്ലസ് ആക്കാം. അതിൻ്റെ ഒരു നോർമൽ ആയിട്ടുള്ളൊരു 5 വേസുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾ നോക്കേണ്ട കുറച്ച് പോയിന്റ്സുകളുണ്ട് മെയിനായിട്ട്. ഈ ക്രെഡിറ്റ് സ്കോറിൻ്റെ ബിൽഡിങ്ങിൻ്റെയും ക്രെഡിറ്റ് സ്കോർ ഇൻക്രീസ് ആവാനുള്ള കുറച്ച് പോയിന്റ്സുകൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ക്രെഡിറ്റ് സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് സ്കോർ ഭയങ്കരമായിട്ട് കുറയും, അല്ലെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇപ്പോൾ എന്ത് മെത്തേഡ് ഉപയോഗിച്ചാലും, നമ്മൾ പറയാൻ പോകുന്നത് FD എടുത്തിട്ട് ഉപയോഗിക്കാൻ അങ്ങനെ സംഭവങ്ങളല്ല. ഇത് അതിൻ്റെ എന്താ പറയുക, നിങ്ങൾ ഏത് FD എടുത്ത് ഉപയോഗിച്ചാലും, നോർമൽ ക്രെഡിറ്റ് കാർഡ് എടുത്ത് ഉപയോഗിച്ചാലും, ലോൺ എടുത്ത് ഉപയോഗിച്ചാലും അതിൽ നിങ്ങൾ നോക്കേണ്ട 5 പോയിന്റ്സുകളാണ് കേട്ടോ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കണ്ട, ഫുൾ വീഡിയോ കാണാൻ മറക്കണ്ട, അല്ലെങ്കിൽ നിങ്ങൾ പോയിന്റ് മിസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക്കിലും ഫിനാൻഷ്യലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. മറക്കണ്ട, നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് നോക്കാനും മറക്കണ്ട. ajay.banksupport.in. നിങ്ങൾക്ക് ലോൺസുകളും ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ അതിൽ കൂടെ അപ്ലൈ ചെയ്യാം. സ്കോറും നോക്കാട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മെയിൻ ആ 5 ബേസിലേക്ക് പോകട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, നോർമലി നമ്മുടെ 800 അല്ല, ശരിക്കും 900 ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഒരു 800ൻ്റെ മുകളിലുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു എക്സലൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ക്രെഡിറ്റ് സ്കോറിനെ. അപ്പോൾ 850 ആണെങ്കിൽ എന്താ പറയുക, സൂപ്പർ എക്സലൻ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിനെ. അപ്പോൾ നിങ്ങൾക്ക് നോർമലി 200ൻ്റെ മുകളിലുണ്ടെങ്കിൽ തന്നെ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് ഇപ്പോൾ എന്താ പറയുക, ഓൾറെഡി ക്രെഡിറ്റ് എന്താ പറയുക, കാർഡ് എടുത്തിട്ട് മര്യാദയ്ക്ക് യൂസ് ചെയ്യാണ്ടും അല്ലെങ്കിൽ ലോൺ എടുത്തിട്ട് കറക്റ്റ് അടയ്ക്കാണ്ടൊക്കെ ആയിട്ട് 600, 550, 550 ഒക്കെ ആയിട്ട് കുറേ പേർക്ക് എനിക്ക് തന്നെ കുറേ മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഈ 5 പോയിന്റ്സ് എടുത്ത് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും സിബിൽ സ്കോറിനെ, ക്രെഡിറ്റ് സ്കോറിനെ. സിബിൽ സ്കോർ എന്ന് പറഞ്ഞാൽ ഞാൻ മെയിനായിട്ട് സിബിൽ എന്ന് പറയുന്നത് നമ്മുടെ 4 ക്രെഡിറ്റ് ബ്യൂറോസ് മെയിൻ സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് സിബിൽ എന്ന് പറയുന്നത് കേട്ടോ. നോർമലായിട്ട് ക്രെഡിറ്റ് സ്കോർ എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത്, നിങ്ങളൊരു ലോണോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങളൊരു പേയ്മെൻറ്റ് മിസ്സായി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും. അതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ്. അതായത് മിസ്ഡ് പേയ്മെൻറ്റ്സ് ക്യാൻ ഡാമേജ് യുവർ ക്രെഡിറ്റ് സ്കോർ ഡ്രാസ്റ്റിക്കലി. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ പേയ്മെൻറ്റ് മിസ് ചെയ്യാണ്ടിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്യൂ ഡേറ്റ് ഉണ്ടായിരിക്കില്ല, ഡ്യൂ ഡേറ്റ് മുമ്പ് തന്നെ ബില്ലടയ്ക്കാൻ നോക്കുക. നോർമലി നമ്മുടെ RBIയുടെ സൈഡിൽ നിന്ന് ഒരു 3 ദിവസത്തെ ഗ്രേസ് പീരീഡ് ഉണ്ട്. അതായത് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് അടച്ചാലും നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞു പ്രത്യേകിച്ച് പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല, ആ 3 ദിവസത്തിനുള്ളിൽ അടച്ചാലും മതിയിട്ടാ. അപ്പോൾ പക്ഷേ എപ്പോഴും ഒരു ഡ്യൂ ഡേറ്റിന് ഒരു 5 ദിവസം മുമ്പെങ്കിലും അടയ്ക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ ചില സമയത്ത് ഇത് നമ്മുടെ കാർഡിലേക്കൊക്കെ ക്രെഡിറ്റ് ആവും. ബില്ല് പേയ്മെൻറ്റ് ചെയ്താലും കാർഡിലേക്ക് ക്രെഡിറ്റ് ആവും, ചിലപ്പോൾ ടൈം എടുക്കാം, ഡിപ്പെൻഡ്സ് അപ്പോൺ ബാങ്ക് ട്രാഫിക്. അപ്പോൾ അത് ഓർത്ത് വെച്ചിട്ട് ഒരു 5 ദിവസം അല്ലെങ്കിൽ 3 ദിവസമൊക്കെ മുമ്പെങ്കിലും അടയ്ക്കാൻ നോക്കാം. നമുക്കിപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് UPI ത്രൂ ഒക്കെ അടയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കയറുന്നുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് UPI ത്രൂ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അപ്പം തന്നെ കയറുന്നുണ്ട്. അപ്പോൾ കയറിയാൽ കുഴപ്പമില്ല, പക്ഷേ ബെറ്റർ ഒരു 2-3 ദിവസം മുമ്പ് ബില്ലടക്കായിരിക്കും കേട്ടോ. ഞാൻ ആക്ച്വലി നോർമലി മെജോറിറ്റി ഇപ്പോൾ ബില്ലടക്കാൻ ഉപയോഗിക്കുന്നത് ക്രെഡാണ്, പ്രൊമോഷൻ അല്ല. ഞാൻ ഓൾറെഡി നമ്മളിതിനോട് മുമ്പേ വീഡിയോ ഇട്ടുണ്ട്. ക്രെഡിൻ്റെ നിങ്ങൾക്ക് വീഡിയോ അല്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞാൻ വേണമെങ്കിൽ ക്രെഡിൻ്റെ റെഫറൽ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ സംഭവം. അപ്പോൾ അത് മറക്കണ്ട. പിന്നെ നമുക്ക് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്റിൻ്റെ ഏജും അതുപോലെ തന്നെ മിക്സ് ഓഫ് ക്രെഡിറ്റും. അതായത് നമ്മൾ ഇപ്പോൾ ആദ്യത്തെ കാര്യം തന്നെ ഏജ് പറയാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയും കൂടുതൽ ഏജ് ഓഫ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അത്രയും ബെറ്ററാണ് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അതായത് നിങ്ങൾ ലോൺ എടുത്തിട്ട് അല്ലെങ്കിൽ കാർഡ് എടുത്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 7 കൊല്ലം 8 കൊല്ലമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ബെറ്ററാണ്. അത്രയും ലോങ് ഇയേഴ്സ് ഓഫ് ക്രെഡിറ്റ് നിങ്ങൾക്ക് ഹിസ്റ്ററി ഉണ്ട്. അത് നല്ല ഹിസ്റ്ററി ആണെങ്കിൽ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്ററാണ്. അപ്പോൾ ഏജ് എത്രയും കൂടുതലാണോ അത്രയും ബെറ്ററാണ് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിന്. രണ്ടാമത്തെ പറയുന്നത് നമ്മുടെ മിക്സ് ഓഫ് ക്രെഡിറ്റ് ആണ്. അതായത് നിങ്ങളുടെ ലോൺ ഹിസ്റ്ററിയിൽ, ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു ലോൺ നിങ്ങൾക്ക് അറിയിക്കും. അപ്പോൾ ക്രെഡിറ്റ് ഹിസ്റ്ററിയിൽ അതിൻ്റെ ഒരു മിക്സേജ് ഉണ്ടെങ്കിൽ, അതായത് ഒരു എഡ്യൂക്കേഷൻ ലോൺ, ഒരു നോർമൽ പേഴ്സണൽ ലോൺ, ഒരു കുറച്ച് ക്രെഡിറ്റ് കാർഡ്സുകൾ അങ്ങനെ മിക്സ് ആയിട്ടുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് സ്കോറിന് നല്ലതാണ്. അതായത് ക്രെഡിറ്റ് സ്കോർ കൂടാൻ അത് സഹായിക്കും. അതാണ് രണ്ടാമത്തെ പോയിന്റ് കേട്ടോ. മൂന്നാമത്തെ ആയിരുന്നു കേട്ടോ. മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ സംഭവമാണ്. അത് എപ്പോഴും നമ്മൾ കുറച്ച് വെച്ചുകൊണ്ടിരിക്കുക. മെയിൻലി പറയുന്നത് 30% താഴെ എപ്പോഴും ഉപയോഗിക്കാനാണ്. അതായത് ടോട്ടൽ ക്രെഡിറ്റ് ലിമിറ്റിൻ്റെ, അതായത് നിങ്ങൾക്ക് ഒരു 3-4 ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ ലിമിറ്റിൻ്റെ 30% മാത്രം ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ എല്ലാ മാസവും. അതായത് ഫോക്കസ് ഓൺ കീപ്പിംഗ് യുവർ ക്രെഡിറ്റ് കാർഡ് യൂട്ടിലൈസേഷൻ ലോ, അതാണ് പോയിന്റ്. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ടോട്ടൽ ലിമിറ്റിൻ്റെ 30% താഴെ മാത്രം ഉപയോഗിക്കാൻ നോക്കുക. അത് ക്രെഡിറ്റ് സ്കോറിനെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. അത് കൂടി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അഫക്റ്റും ചെയ്യും കേട്ടോ. അപ്പോൾ അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർഡ് എൻക്വയറീസിൻ്റെ
എണ്ണം, അതായത് ഓരോ മാസം വരുന്ന ഹാർഡ് എൻക്വയറീസിൻ്റെ എണ്ണം കുറയ്ക്കുക. ലിമിറ്റ് ന്യൂ ഹാർഡ് എൻക്വയറീസ്, അതായത് നമ്മളിപ്പോൾ ഒരു ലോൺ എടുക്കാൻ നോക്കി, ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ നോക്കിയിട്ട് അപ്ലൈ ചെയ്യില്ലേ, നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യില്ല. അല്ലാണ്ട് സ്കോർ നോക്കുന്നതല്ല പറയുന്നത്, നമ്മളൊരു കാർഡിനോ ലോണിനൊക്കെ അപ്ലൈ ചെയ്യില്ലേ, അതൊരു മാസത്തിൽ മാക്സിമം 2-3 നോക്കുക. 2 ആക്കാണ് ഏറ്റവും ബെറ്റർ, അതിൻ്റെ മുകളിൽ പോകാണ്ടിരിക്കുക. അത് കൂടുന്തോറും നമ്മുടെ സിബിൽ സ്കോറിനെയും ക്രെഡിറ്റ് സ്കോറിനെയൊക്കെ ബാധിക്കട്ടെ. അപ്പോൾ ഹാർഡ് എൻക്വയറീസ് കുറയ്ക്കാൻ നോക്കുക, അതാണ് 4ാമത്തെ പോയിന്റ്. 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്കോറും റിപ്പോർട്ടും ഒക്കെ എന്താ പറയുക റെഗുലർലി മോണിറ്റർ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും എറേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്പ്യൂട്ട് അടിക്കുക. നിങ്ങൾക്ക് സിബിലിൻ്റെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാം, ഡിസ്പ്യൂട്ട് സെക്ഷൻ കാണാം, എക്സ്പീരിയൻസിലായാലും ഡിസ്പ്യൂട്ട് സെക്ഷൻ കാണാം. അതായത് നമ്മുടെ എന്തെങ്കിലും എറർ റിപ്പോർട്ടിംഗ് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. അത് എപ്പോഴും ചെയ്ത് നോക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ സിബിൽ സ്കോർ എപ്പോഴും മിനിമം ഒരു 3 മാസത്തിലെങ്കിലും മോണിറ്റർ ചെയ്യാൻ മറക്കണം. മിനിമം അല്ലെങ്കിൽ 3 to 6 മാസത്തിലെങ്കിലും മോണിറ്റർ ചെയ്യാൻ മറക്കണ്ട. അതായത് എന്തെങ്കിലും റിപ്പോർട്ടിൽ നമ്മൾ എടുക്കാത്ത ലോണുകൾ എന്തെങ്കിലും റിപ്പോർട്ട് ആയതോ, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ക്ലോസ് ചെയ്ത ലോൺ ഇപ്പോഴും അല്ലെങ്കിൽ ഡ്യൂ ആയിട്ട് കിടക്കുന്നുണ്ടോ, അങ്ങനെ സംഭവങ്ങളൊക്കെ എന്തെങ്കിലും മിറേഴ്സ് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എപ്പോഴും എന്താ വെച്ചാൽ ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് നോട്ടീസ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. അത് പിന്നെ ഒന്നാമത് ഈ സാധനം ഇങ്ങനത്തെ റിപ്പോർട്ടിംഗ് വന്നാൽ തന്നെ കുറച്ച് നേരം ഈ ഏത് ബാങ്കിൽ നിന്നാണോ അല്ലെങ്കിൽ NBFC ആണോ ലോൺ എടുത്ത് അവരെ പിന്നെയുള്ള കുറച്ച് നടക്കണം കസ്റ്റമർ കെയർ ത്രൂ. അപ്പോൾ ഇത് കുറേ കാലമായിട്ട് ഇതുപോലെ എറേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് റെക്ടിഫൈ ചെയ്തിട്ട് നമ്മുടെ സിബിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ കുറച്ച് പറ്റും. പക്ഷേ പെട്ടെന്ന് ഇതിനായിട്ടും കുറച്ച് പണിയായിരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും എന്തുകൊണ്ടും ബെറ്റർ റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. എന്താ വെച്ചാൽ ചിലപ്പോൾ നിങ്ങളൊരു മോണിറ്റർ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ഈ റിപ്പോർട്ടിംഗ് വന്നിട്ട് കാണുന്നത്. എന്താ വെച്ചാൽ ചിലപ്പോൾ എല്ലാ ആവശ്യത്തിന് വേണ്ടിയിട്ട് ലോൺ എടുക്കാൻ പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ ബാങ്കോ NBFC ആയിരിക്കും പറയണം നിങ്ങളുടെ സിബിൽ സ്കോർ കുറവാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ പിന്നാലെ അല്ലെങ്കിൽ പഴയ സംഭവങ്ങളൊക്കെ അതിൻ്റെ പിന്നാലെ കൊണ്ട് നോക്കേണ്ടി വരും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് റിപ്പോർട്ടിംഗ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അതായത് നിങ്ങളൊരു 3 മാസത്തിലോ 6 മാസത്തിലോ നിങ്ങളിത് റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് റെക്ടിഫൈയും ഡിസ്പ്യൂട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാമല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ബെറ്ററാണത്. അല്ലാണ്ട് ഇപ്പോൾ പഴയതായി കഴിഞ്ഞാൽ പറ്റില്ല എന്നല്ല കേട്ടോ. അടുത്ത് ഇതാണ് 5 പോയിന്റ്സ്, ഇതാണ് മെയിൻ 5 പോയിന്റ്സുകൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും ഇപ്പോൾ ക്രെഡിറ്റ് സ്കോർ കുറവുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് FD ക്രെഡിറ്റ് കാർഡാണ്. അതായത് അല്ലെങ്കിൽ നോർമൽ ക്രെഡിറ്റ് കാർഡാണ്. നോർമൽ ക്രെഡിറ്റ് കാർഡ് കിട്ടാത്തവർക്ക് FD ക്രെഡിറ്റ് കാർഡ് അത്ര ഉള്ളൂ. അല്ലാണ്ട് FD ക്രെഡിറ്റ് കാർഡിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. നോർമൽ ക്രെഡിറ്റ് കാർഡ്, അതായത് ക്രെഡിറ്റ് കാർഡിന് സംഭവമാണ് ഏറ്റവും ബെറ്റർ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ, അതായത് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാൻ. അതായത് ലോണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ലോൺ നിങ്ങൾ എടുത്തിട്ട് അത് ക്ലോസ് ചെയ്യുമ്പോഴാണ് സിബിൽ സ്കോർ കുറച്ച് ഇമ്പ്രൂവ് ആകുന്നത്. പക്ഷേ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന സാധനം എല്ലാ മാസവും ബില്ലടയ്ക്കുമ്പോഴും നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ അത് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കും, കറക്റ്റായിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ കേട്ടാ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ക്രെഡിറ്റ് കാർഡ്. അത് നിങ്ങൾക്ക് നോർമൽ ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നില്ലെങ്കിൽ FD ക്രെഡിറ്റ് കാർഡ്, അതായത് FD ഇട്ടിട്ട് എടുക്കുന്ന ക്രെഡിറ്റ് കാർഡ്. ഞാൻ വേണമെങ്കിൽ നമ്മുടെ SBM ക്രെഡിറ്റ് കാർഡിൻ്റെ SBM സെറ്റ് ബാങ്ക് FD ക്രെഡിറ്റ് കാർഡിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ക്രെഡിലിയോ കാർഡിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നതാണ്. ഇപ്പോൾ അത്യാവശ്യം ടോപ്പായിട്ട് നിൽക്കുന്ന 2 FD ക്രെഡിറ്റ് കാർഡുകൾ ഓൺലൈൻ എടുക്കാൻ പറ്റുന്നത്. നിങ്ങൾ ഒരു സിബിൽ സ്കോർ ഇമ്പ്രൂവ് എടുക്കാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 2 കാർഡ് നോക്കട്ടെ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആപ്പാണ് ആപ്പ് ത്രൂ ആണ് ഈ SBM ക്രെഡിറ്റ് കാർഡിൻ്റെ ക്രെഡിറ്റ് കാർഡ്. അത് റുപ്പേ വേരിയൻ്റ് ആണ്, നമുക്ക് UPI ഉപയോഗിക്കാൻ പറ്റും. രണ്ടും ലൈഫ് ടൈം ഫ്രീ കാർഡ് തന്നെയാണ്, ക്രെഡിലോ ആയിക്കോട്ടെ ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മെയിൻ ബേസിൽ. ഈ സാധനം മറക്കരുത്, ഈ 5 പോയിന്റ്സ് മെയിൻ സംഭവമാണ് ക്രെഡിറ്റ് സ്കോറിൻ്റെ. ഇത് ബേസിക് സംഭവമാണ്. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു എന്താ പറയുക, അറിഞ്ഞിരിക്കേണ്ട ഒരു ആരായാലും നിങ്ങൾ അത്യാവശ്യം ഒരു ഇൻകം ജനറേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മെയിൻ സംഭവമാണ്. 5 പോയിന്റ്സുകളാണ് ക്രെഡിറ്റ് സ്കോറിൻ്റെ കേട്ടോ, മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റിൽ പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് കൊടുത്തൊക്കെ മറക്കണ്ട. ബൈ.